തുടിതാളം. മെയ് 1, 2, 3 തീയതികളിൽ നടക്കുന്ന തുടി ആദിവാസി നാട്ടറിവ് പഠനകേന്ദ്രത്തിന്റെ 30ാം വാർഷികവും ആദിവാസി ഗ്രാമോത്സവവും. നിർവഹണം ഭാഗ്യലക്ഷ്മി. വയനാട്ടിലെ ഗോത്ര സംസ്കാരത്തെയും തനത് കലകളെയും നെഞ്ചിലേറ്റുന്നവർക്ക് ഒഴിവാക്കാനാകാത്ത ഒരു പേരാണ് ഏച്ചൂം തുടി നാട്ടറിവ് പഠനകേന്ദ്രം. ആധുനികതയുടെ കടന്നുകയറ്റത്തിനിടയിൽ മറന്നുപോകുന്ന ഒരു ജനതയുടെ സ്വത്വം നിലനിർത്താനാണ് ഈ പഠനകേന്ദ്രം ശ്രമിക്കുന്നത്. ഗോത്രവർഗക്കാരുടെ പാരമ്പര്യ അറിവുകൾ സംരക്ഷിക്കുന്നതിനും പുതിയ തലമുറയിലേക്ക് അവ എത്തിക്കുന്നതിനുമായി 3 പതിറ്റാണ്ടായി പ്രവർത്തിക്കുന്ന ഈ കേന്ദ്രത്തിന്റെ വാർഷികം വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കപ്പെടുകയാണ്. മെയ് 1, 2, 3 വെള്ളി, ശനി, ഞായർ ദിനങ്ങളിൽ നടത്തപ്പെടുന്ന തുടിയുടെ 30ാം വാർഷികത്തെയും ആദിവാസി ഗ്രാമോത്സവത്തെയും കുറിച്ച് ഏച്ചൂം തുടി ഡയറക്ടർ ഫാദർ ആൻഡോ എസ്. ഞാൻ ഫാദർ ആൻഡോ എച്ചോം തുടി എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ്. ഈ വർഷമാണ് ഞാനിവിടെ ഡയറക്ടറായിട്ട് വരുന്നത്. ഈ സ്ഥാപനം 1996 സ്ഥാപിതമായതാണ്. ഞങ്ങൾ ഈ 3-ാം തീയതി തുടിയുടെ 30ാമത്തെ വാർഷികവും ആദിവാസി ഗ്രാമോത്സവവും നടത്തുകയാണ്. ആദിവാസികളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അവരനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അവരുടെ തനതായ സംസ്കാരം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. ആ സംസ്കാരം നിലനിർത്തുവാനും അവരുടെ വികസനങ്ങൾക്കും അവരുടെ വളർച്ചയ്ക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇത്. ആദിവാസി നാട്ടറിവ് ഗവേഷണ പഠന കേന്ദ്രം എന്നാണ് തുടി അറിയപ്പെടുന്നത്. ഈ പ്രോഗ്രാം തുടങ്ങുന്നത് 30ാം തീയതി മാതോത്തുപൊയിൽ എന്നുള്ള ഉന്നതിയിൽ വെച്ച് നടക്കുന്ന കൊടിയേറ്റത്തോടു കൂടിയാണ്. കൊടിയേറ്റത്തിന് ശേഷം 1, 2, 3 തീയതികളിലായിട്ട് തുടിയിൽ വെച്ചാണ് ഈ വാർഷികം ആഘോഷിക്കുന്നത്. 1-ാം തീയതി കുട്ടികൾക്കായിട്ടുള്ള കലാകായിക മത്സരങ്ങളും, 2-ാം തീയതി ഒരു പഠന ശില്പശാലയും, 3-ാം തീയതി വട്ടക്കളി മത്സരം, ഘോഷയാത്ര, സാംസ്കാരിക സമ്മേളനം, കലാവിരുന്ന്. ഇങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. തികച്ചും ആദിവാസികളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞിട്ടുള്ള ഒരു ആഘോഷ പരിപാടിയാണ് ഇവിടെ ഉള്ളത്. അവരുടെ പങ്കാളിത്തത്തോടു കൂടി തുടിയിലെ ഇവിടുന്ന് പഠിച്ചുപോയ മക്കൾ, ഇവിടുത്തെ സ്റ്റാഫ് അംഗങ്ങൾ, തുടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചെറുപ്പക്കാർ, ഇവിടുത്തെ കലാകാരന്മാർ എല്ലാവരും കൂടെ ഒന്നിച്ച് ചെയ്യുന്ന ഒരു ആഘോഷമാണിത്. പൊതുസമൂഹത്തിലെ ആളുകളും ഇതിൽ സജീവമായിട്ട് പങ്കെടുക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ഉത്സവമാണ്. എല്ലാവരും ഈ ഉത്സവം ആസ്വദിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ കമ്മിറ്റികളെല്ലാം തന്നെ ആദിവാസികളാണ്. കൺവീനറും ജനറൽ കൺവീനറും എല്ലാവരും ആദിവാസികളാണ്. പ്രത്യേകിച്ച് പണിയ വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഞങ്ങളുടെ തയ്യാറെടുപ്പ് തുടങ്ങിയിട്ട് 1.5 മാസമായി. ഞങ്ങൾ ആദ്യം ഒരു ഓർഗനൈസിംഗ് കമ്മിറ്റി ഫോം ചെയ്യലാണ് ഏറ്റവും ആദ്യം ചെയ്തത്. അതിനുശേഷം കഴിഞ്ഞ വർഷങ്ങളിലെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ടതെന്നുള്ളത് ഞങ്ങളൊന്ന് ചർച്ച ചെയ്തു. പിന്നെ വിവിധ കമ്മിറ്റികൾ ഉണ്ടാക്കി. ഓരോരോ കമ്മിറ്റികൾ ആദ്യം ചെയ്യേണ്ട കമ്മിറ്റികൾ ആദ്യം പ്രവർത്തനങ്ങൾ തുടങ്ങി. ഇപ്പോൾ ഞങ്ങളതിൻ്റെ ഫൈനൽ സ്റ്റേജിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ദിവസങ്ങളിലാണ് ഞങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ സജീവമായിട്ട് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ പുതുതാണ് ഇവിടെ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏകദേശം 2000-ഓളം ആദിവാസികൾ ഒന്നിച്ചു വരുന്ന ഒരു സംഭവമായിട്ടാണ്. അവസാനത്തെ ദിവസം അത്രയും പേര് ഇവിടെ ഉണ്ടാകുന്നതാണ്. അവർ അന്നത്തെ ദിവസം മുഴുവൻ ഇവിടെ ചെലവഴിക്കും. വട്ടക്കളി മത്സരവും അതുപോലെ ഭക്ഷണമൊക്കെ ഇവിടെ തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഘോഷയാത്ര, സാംസ്കാരിക സമ്മേളനം, അത് കഴിഞ്ഞിട്ട് പല ഉന്നതികളിൽ നിന്നുള്ള കുട്ടികളുടെ കലാപ്രകടനം എല്ലാം കൂടെ അങ്ങനെ ഒരു ഹോൾ ഡേ ഇവിടെ തന്നെയായിട്ടായിരിക്കും ഉണ്ടാകുക. അതുകൊണ്ട് ഇതിനൊരു ഉത്സവമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. ഇത് ഞങ്ങൾ കുറേ നോട്ടീസുകൾ അടിച്ച് വിതരണം ചെയ്തിട്ടുണ്ട്. വട്ടക്കളി മത്സരത്തിൻ്റെ പോസ്റ്ററുകൾ ഞങ്ങൾ പലയിടത്തും പല ഉന്നതികളിലും ഞങ്ങൾ നേരിട്ട് പോയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഉന്നതികളിലുള്ള ആളുകളുമായിട്ട് ഫോണിലൂടെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. കുറേ ബാനറുകൾ ഞങ്ങൾ പല വിവിധ സ്ഥലങ്ങളിൽ കെട്ടിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് പബ്ലിസിറ്റി ഞങ്ങൾ നടത്തുന്നത്. പിന്നെ തീർച്ചയായിട്ടും ഇപ്പോൾ റേഡിയോ മാറ്റലി പോലെയുള്ള ഒരു മാധ്യമത്തിലൂടെ ഞങ്ങൾക്ക് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. പുതിയതായിട്ട് ഞങ്ങൾ ഈ കാര്യം കുറേ കൂടെ ആദിവാസികളിൽ റീച്ച് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഏപ്രിൽ 17, 18 തീയതികളിൽ ഇവിടെ സർവോദയ സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് ഒരു അഖില വയനാട് SC/ST ഫുട്ബോൾ ടൂർണമെൻറ്റ് നടത്തി. സീനിയേഴ്സിനും ജൂനിയേഴ്സിനായിട്ട്
അത് ആ ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന മത്സരമായിരുന്നു. ആദ്യത്തെ ദിവസം സീനിയേഴ്സിനും രണ്ടാമത്തെ ദിവസം ജൂനിയേഴ്സിനും. അത് വളരെ മനോഹരമായിട്ട് നടന്നു. അതിൽ ഞങ്ങളുടെ കൂടെ സഹകരിച്ചിട്ട് ഈ ലഹരി വിമുക്ത മിഷൻ ജില്ലാ വിമുക്തി എന്ന് പറയുന്ന ഏജൻസിയുടെ അവരുടെ കോർഡിനേറ്റർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും കൂടെ പങ്കെടുത്ത് ഞങ്ങളിത് കൂടുതൽ മാധ്യമങ്ങളിലേക്കും മറ്റും എത്തിക്കാനായിട്ട് ശ്രമിച്ചു. അത് കുറെ കൂടെ റീച്ച് ഔട്ട് ആയിട്ടുണ്ട്. ഒരുപാട് ചെറുപ്പക്കാർ ഇവിടെ ഫുട്ബോൾ മത്സരത്തിന് വരികയും വളരെ മനോഹരമായിട്ട് ആ മത്സരം സംഘടിപ്പിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. അത് ഇതിന്റെ ഒരു പബ്ലിസിറ്റിയുടെ ഭാഗം മാത്രമല്ല ആൺകുട്ടികൾക്ക് ഒന്നിച്ചു വരാനായിട്ട്, യൂത്തിന് ഒന്നിച്ചു വരാൻ പറ്റിയ ഒരു സമ്മേളനമായി ഒരു പരിപാടിയായിട്ടാണ് ഞങ്ങൾ അതിനെ കണക്കാക്കിയത്. അതും പബ്ലിസിറ്റി ഞങ്ങൾക്ക് സഹായിച്ചിട്ടുണ്ട്. ഈ വർഷം പുതിയതായിട്ട് ചെയ്തൊരു കാര്യമാണത്. നേരത്തെ അങ്ങനത്തെ ഒരു രീതി ഉണ്ടായിരുന്നില്ല. പിന്നെ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അറിയാവുന്ന ആളുകളെയൊക്കെ ഞങ്ങൾ അറിയിക്കുകയും ചിലരൊക്കെ ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് സഹായങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ഇതിൻ്റെ നടത്തിപ്പിലേക്കായിട്ട് സഹകരിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകുന്നത്. പ്രധാനമായിട്ടും കേരള ഈശോസഭയുടെ സപ്പോർട്ടോടുകൂടിയാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഒത്തിരി അഭ്യുദയകാംക്ഷികളും അയൽപ്പക്കക്കാരും ഇവിടുത്തെ സർവോദയ സ്കൂളിലെ സ്റ്റാഫും അങ്ങനെയൊക്കെ പലരും ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഞങ്ങളിത് നടത്തുന്നത്. നാട്ടുകാർ ഇവിടെ അയൽവക്കക്കാർക്കൊക്കെ അറിയാം. വർഷങ്ങളായിട്ട് ഞങ്ങൾ ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് ഇതിനെ വളരെ പോസിറ്റീവായിട്ടാണ് കാണാറ്. ഇതിൽ കൂടുതലും ആദിവാസികൾ പങ്കെടുക്കുന്നതുകൊണ്ട് എല്ലാവരും സജീവമായിട്ട് നിൽക്കാറില്ല. പക്ഷേ വന്നു പോകാറുണ്ട്, ആളുകൾ കാണാനൊക്കെ വരാറുണ്ട്. പിന്നെ ഘോഷയാത്ര വരുന്ന സമയത്ത് ആളുകൾ അത് വാച്ച് ചെയ്യാനൊക്കെ ആൾക്കാർക്ക് താല്പര്യമുണ്ട്, അങ്ങനെ വരാറുണ്ട്. പിന്നെ നമ്മളായിട്ട് തുടിയായിട്ട് അസോസിയേറ്റ് ചെയ്ത് പോയിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. ഈ 10-30 വർഷത്തിനുള്ളിൽ അവരെല്ലാവരും എത്തിപ്പെടാറുണ്ട്. പിന്നെ വിവിധ കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികൾ ചിലരൊക്കെ ഇന്റേൺഷിപ്പ് ഇവിടെ ചെയ്യാറുണ്ട്. അവരും ഈ പരിപാടിയിൽ സജീവമായിട്ട് പങ്കെടുക്കാറുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. വലിയ പങ്കാളിത്തം എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ എന്നാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെല്ലാവരും ഇവിടെ എത്തിച്ചേരാനായിട്ട് ശ്രമിക്കാറുണ്ട്. പൊതുജനങ്ങൾക്ക് നേരിട്ട് പങ്കെടുക്കാം. മത്സരത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ നേരത്തെ അറിയിച്ചാൽ നല്ലതാണെന്ന് നമ്മൾ അറിയിക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ അത് സാധ്യമാകാത്തവരുടെ അകലെ നിന്ന് വരുന്ന ചില ടീമുകൾക്ക് ആ സമയത്ത് വന്ന് രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് വട്ടക്കളിയിലൊക്കെ സീനിയേഴ്സൊക്കെ അവർക്ക് എത്താൻ പറ്റുമെന്നുള്ള ഉറപ്പില്ലാത്ത തന്നെ ചിലർ രജിസ്റ്റർ ചെയ്യാറില്ല. അല്ലെങ്കിൽ പൊതുവെ രജിസ്റ്റർ ചെയ്യാറുണ്ട്. അതുപോലെ കലാപരിപാടികളും മുൻകൂട്ടി പറഞ്ഞ് നമ്മൾ ഓർഗനൈസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഒരു ഉന്നതികളിൽ നിന്ന് കോൺടാക്ട് ഉണ്ട് നമുക്ക്. ആ ഉന്നതികളിൽ നിന്ന് കുട്ടികളുടെ പ്രോഗ്രാം എന്നിട്ട് ചിലരൊക്കെ ഇവിടെ വന്നിട്ട് തന്നെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് വലിയ ബുദ്ധിമുട്ട് തോന്നാറില്ല. രജിസ്റ്റർ ചെയ്യാറുണ്ട്. രജിസ്റ്റർ ചെയ്യാത്തതും ചില സമയത്ത് അവതരിപ്പിക്കാറുണ്ട്. ഈ വർഷത്തെ 30ാമത്തെ തുടി വാർഷികം മെയ് 1, 2, 3 തീയതികളിലാണ് നടക്കുന്നത്. അതൊരു ആദിവാസി ഗ്രാമോത്സവമായിട്ടാണ് നടക്കുന്നത്. മത്സരങ്ങളോടൊപ്പം തന്നെ കലാവിരുന്നുമുണ്ട്. ആദിവാസികൾ, പ്രത്യേകിച്ച് പണിയ വിഭാഗത്തിലുള്ള ആദിവാസി സമൂഹം ഒന്നിച്ചു വരുന്ന ഈ ഒരു ഉത്സവത്തിൽ നിങ്ങളെല്ലാവരുടെയും സാന്നിധ്യം ഞങ്ങൾ തുടിയിൽ നിന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവരെയും അതിലേക്ക് പ്രത്യേകമായിട്ട് ക്ഷണിക്കുന്നു. വയനാട്ടിലെ ഒട്ടുമിക്ക ഗോത്രവർഗങ്ങളുടെയും ഒരു സംഗമ ഭൂമിയായി ഏറ്റവും മാറുന്ന ദിനങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. വിവിധ വിഭാഗക്കാരുടെ സഹകരണം ഈ പരിപാടിയെ വിജയകരമാക്കി തീർക്കാൻ തീർച്ചയായും ഉണ്ടാകുമെന്ന് സംഘാടക സമിതിയും വിലയിരുത്തുന്നു. എൻ്റെ പേര് മുഹമ്മദ് സ്വാലിഹ്. ഞാൻ തുടിയിലെ നിലവിലെ പ്രോഗ്രാം കോർഡിനേറ്ററാണ്. ഈ വർഷം സ്റ്റാർട്ടിങ്ങിലാണ് ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇതാ തുടി 30ാം വാർഷികത്തിൻ്റെ തയ്യാറെടുപ്പുള്ള അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ്. ഇത് ജീവിതത്തിലൊരു പുതിയൊരു അനുഭവം കൂടിയാണ്. ഈ പരിപാടി ഇത്രയും നല്ല രീതിയിൽ നടത്തി കൊണ്ടുപോകാന്നുള്ള നല്ലൊരു ആഗ്രഹമുണ്ട്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഈ ഒരു പരിപാടിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വയനാട് ജില്ലയിലെ പല മേഖലകളിലുള്ള ആദിവാസി സമൂഹങ്ങളെ എല്ലാവരും ഒരുമിച്ച് കൂട്ടുക, അവരുടെ ഐക്യവും അവരുടെ ആഘോഷങ്ങളും സംസ്കാരങ്ങളൊക്കെ പൊതുജനമധ്യത്തിലും മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക, ഇതിനെ പ്രിസർവ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടെയാണ് നമ്മൾ ഈ പരിപാടി നടത്തി വരുന്നത്. അതിൻ്റെ ലക്ഷ്യത്തിൽ നമ്മൾ ഒരുപാട് എത്തിയിട്ടുണ്ടെന്ന് തന്നെ പറയണം. അതിൻ്റെ ഒരു 30ാം സംഗമത്തിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് എല്ലാ ആളുകളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യാണ്, ക്ഷണിക്കുക. ഇതിന് നിലവിൽ നമ്മൾ ഒരുപാട് കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട്. പ്രോഗ്രാം കമ്മിറ്റി, അതുപോലെ തന്നെ കൾച്ചറൽ പ്രോഗ്രാമിനുള്ളൊരു കമ്മിറ്റി, അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷങ്ങളിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങളിലും പരിപാടി നടത്തിപ്പിലും അതുപോലെ തന്നെ പ്രാക്ടീസിലുമായിട്ടും അതുപോലെ തന്നെ പരിപാടിയിൽ പങ്കെടുത്തതായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് നമ്മൾ ഇതിൻ്റെ പ്രാക്ടീസുകളും കാര്യങ്ങളും നടത്തി വരുന്നത്. പിന്നെ ഇവിടെ ഇന്റേൺഷിപ്പിനും മറ്റുമായിട്ട് വരുന്ന പിള്ളേരുണ്ട്. അവരും സജീവമായിട്ട് ഇത്തരത്തിലുള്ള പ്രാക്ടീസുകളും കാര്യങ്ങളും കുട്ടികളെ സഹായിക്കാറുണ്ട്. കൂട്ടായ പരിശ്രമം തന്നെ എല്ലാ തുറയിലുള്ള എല്ലാ ആളുകളെയും, ഇവിടുത്തെ സ്റ്റാഫും ഇന്റേൺസും അതുപോലെ തന്നെ ഈ സമൂഹത്തിലുള്ള ആളുകളും എല്ലാവരും കൂടിയുള്ള ഒരു ഉദ്യമമാണ്. ഇപ്രാവശ്യം നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് വന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പരിപാടിയുടെ ഏകദേശം ആ സമയത്താണ് ഇലക്ഷൻ്റെ കാര്യങ്ങൾ വന്നതുകൊണ്ട് നമുക്ക് നേരത്തെ കൂട്ടി പല കാര്യങ്ങളും ചെയ്യുന്നതിന് പരിമിതികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിന് നമ്മളൊരു പരിധി വരെ നമ്മൾ ഓവർകം ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും വർഷങ്ങളായി നടത്തി വരുന്ന പരിപാടി ആയതുകൊണ്ട് ഏകദേശം ഈ 1ാം വാരത്തിലാണ് നമ്മൾ പരിപാടി എല്ലാ വർഷവും നടത്താറ്. അതുകൊണ്ട് തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ എല്ലാവരും ഇതിനെക്കുറിച്ച് ഒരു ബോധവാന്മാരാണ്. നമ്മളിത് അവസാന സമയത്ത് ഡേറ്റ് തീരുമാനിച്ചോ എന്നവരെ ഇങ്ങോട്ട് ആളുകൾ ചോദിക്കുന്ന രീതിയിലേക്ക് ഏകദേശം ഏപ്രിൽ സ്റ്റാർട്ടിങ്ങിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ആളുകൾ ഓൾറെഡി ഇതിനെക്കുറിച്ച് ഈ പരിസര പ്രദേശത്തുള്ള ആളുകളാണെങ്കിലും പണി വിഭാഗത്തിലായിക്കോട്ടെ മറ്റ് ആദിവാസി സമൂഹത്തിലുള്ള ആളുകളാണെങ്കിലും ഇതിനെക്കുറിച്ചൊരു ബോധവാന്മാരായതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഫുട്ബോൾ ടൂർണമെൻറ്റ് നമ്മൾ ഈ വർഷം തുടങ്ങിയ ഒരു പ്രഥമ പരിപാടിയാണ്. വരും വർഷങ്ങളിൽ നമ്മൾ വിപുലീകരിച്ച് ഒന്നുകൂടെ ആളുകളിലേക്ക് എത്തിച്ച് ഒന്നുകൂടി വലിയ രീതിയിലേക്ക് ആക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. പിന്നെ ഇതിനു പുറമെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പുതുതായിട്ട് വരും വർഷങ്ങൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. നമുക്ക് 2 തരത്തിലുണ്ട്. ഒന്ന്, നമ്മൾ അവിടെ ചെറിയ പിള്ളേരെ എന്ന് വെച്ചാൽ പ്രാക്ടീസ് ചെയ്യാനും മറ്റുള്ള കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യുന്ന രീതിക്ക് അവിടെ തന്നെയുള്ള ആളുകൾ മുൻ വർഷങ്ങളിലെ പരിപാടിയിൽ പങ്കെടുത്തിട്ടും അതുപോലെ തന്നെ ഇവിടുന്ന് പഠിച്ചു പോയ +2 കഴിഞ്ഞു പോയ കുട്ടികൾ, മുൻ വർഷങ്ങൾ ഇവിടെ ഹയർ സെക്കൻഡറി ഒക്കെ കഴിഞ്ഞു പോയ ആളുകളൊക്കെ, ഉന്നതിയിലുള്ള ആളുകൾ, അവിടുത്തെ പ്രദേശങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള പരിപാടികൾ അവർ തന്നെ കുറേ ആളുകൾ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. ചെറിയ കുട്ടികളൊക്കെ ചില പരിപാടികളൊക്കെ നമ്മളവിടെ പോയി പിള്ളേരെ അവർ പറയും ഇങ്ങനെ പിള്ളേർക്ക് പ്രാക്ടീസിന് വരാൻ താല്പര്യമുണ്ട്, പരിപാടിക്ക് താല്പര്യം അറിയിച്ച വിദ്യാർത്ഥികളെയും കുട്ടികളെയും നമ്മളവിടെ പോയിട്ട് ഇവിടെ കൊണ്ടുവന്ന് അവർക്ക് പരിശീലനം കാര്യങ്ങളൊക്കെ നൽകി വരാറ് ചെയ്യാറ്. പരിപാടിയുടെ ദിവസങ്ങളും അതിൻ്റെ മുമ്പുള്ള തയ്യാറെടുപ്പുള്ള കാര്യങ്ങളായി വരുന്ന ആളുകൾക്കൊക്കെ നമ്മളിവിടെ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരങ്ങളും ഭക്ഷണം ഉണ്ടാവും. നമ്മൾ കഴിക്കുന്ന എല്ലാവർക്കും ഒരേപോലെ തന്നെയാണ് നമ്മളെ ഭക്ഷണം, അല്ലാതെ വേറൊരു രീതിക്കല്ല. ഇവിടെയുള്ള ആളുകൾ ആരൊക്കെ വരുന്നുണ്ടോ അവർക്ക് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു തുല്യത ഉറപ്പുവരുത്തുന്ന ഒരു സംവിധാനമാണ് നമ്മളിവിടെ നടപ്പിലാക്കുന്നത്. ഭരണഘടനയുടെ ഏറ്റവും വലിയ മൂല്യത്തിൽപ്പെട്ടതാണ് ഈക്വാലിറ്റി എന്നുള്ളത്. ആ ഒരു തത്വത്തെ ഉയർത്തിപ്പിടിച്ചിട്ടാണ് തുടി 30 വർഷത്തോളമായിട്ട് പ്രവർത്തിച്ചു വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ മേഖലയിലും ഞങ്ങൾ ആ ഒരു മൂല്യം ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. അത് ഒരു ഭാഗത്തും നമ്മളതിനെ കോംപ്രമൈസ് ചെയ്യാറില്ല. അപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളായാലും മറ്റുള്ള ഇവിടുത്തെ പങ്കാളിത്തത്തിൻ്റെ കാര്യങ്ങളാണെങ്കിലും ചില കാര്യങ്ങളൊക്കെ ഇവിടുത്തെ സ്റ്റാഫിനേക്കാൾ നല്ല പല കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത് പോലും ഈ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ തന്നെയാണ്. നമ്മളതിന് വേണ്ട ഫെസിലിറ്റേറ്റ് ചെയ്യാറ് മാത്രമേ ചെയ്യാറുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാവുന്ന രീതിയിലുള്ള കപ്പാസിറ്റി ഉള്ള ആളുകൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതിൽ നല്ല അഭിമാനമുണ്ട് ഞങ്ങൾക്ക്. മെയ് 1, 2, 3 തീയതികളിൽ നടക്കാൻ പോകുന്ന ഈ പരിപാടിയിൽ സാംസ്കാരികവും വിജ്ഞാനപ്രദവുമായ നിരവധി കാര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. നമ്മുടെ ഗോത്ര സംസ്കാരം പ്രകൃതിയോട് എത്രത്തോളം ചേർന്ന് നിൽക്കുന്നു എന്നതിന്റെ അടയാളമാണ് ഈ കേന്ദ്രം. ആധുനികതയുടെ വേഗതയിൽ നമ്മൾ പലതും മറന്നു പോകുമ്പോൾ ഓരങ്ങളിലേക്ക് തഴയപ്പെടുന്ന ആദിവാസി ജീവിത തനിമകളെ, നാട്ടറിവിനെ, സംസ്കാര സൗഹൃദ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ ആഴത്തിൽ ചിന്തിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന തുടി ആദിവാസി നാട്ടറിവ് പഠന കേന്ദ്രം അതിന്റെ 30ാം വാർഷികവും ആദിവാസി ഗ്രാമോത്സവവും സംഘടിപ്പിക്കുമ്പോൾ ഈ പരിപാടി പൂർണ്ണ വിജയമായി തീരട്ടെ എന്ന റേഡിയോ മാറ്റിലിയുടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നിങ്ങൾ കേട്ടത് തുടിതാളം. മെയ് 1, 2, 3 തീയതികളിൽ നടക്കുന്ന തുടി ആദിവാസി നാട്ടറിവ് പഠന കേന്ദ്രത്തിന്റെ 30ാം വാർഷികവും ആദിവാസി ഗ്രാമോത്സവവും. നിർവഹണം ഭാഗ്യലക്ഷ്മി.